അങ്ങനെ ഒരു 2.5 വർഷത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലോട്ട് പോകാനുള്ള പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു മിക്സഡ് ഇമോഷൻസാണ്. അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞറിയിക്കുക എന്നറിയില്ല. നാട്ടിലോട്ട് പോകാനും എല്ലാവരും കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും, ഇവിടെ എല്ലാം ഓക്കെ ആയിരിക്കുമോ അങ്ങനെയുള്ളൊരു ടെൻഷനും, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോയത്. പിന്നെ എയർപോർട്ടിൽ എത്തിയപ്പോൾ ആസ് യൂഷ്വൽ ലഗേജ് കൂടുതലായിരുന്നു. സോ ഞങ്ങൾ ഫൈനൊക്കെ അടച്ചിട്ടാണ് ലഗേജ് ഫുൾ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ലണ്ടൻ, സ്ട്രാറ്റ്ഫോർഡ് ടു ദുബായ്, ദുബായ് ടു കൊച്ചി ആയിരുന്നു. എമിറേറ്റ്സ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ എടുത്തിരുന്നത്. സോ ഞങ്ങൾ 1 hour നേരത്തെ എത്തിയായിരുന്നു. ചെക്കിനൊക്കെ കഴിഞ്ഞപ്പോൾ ബർഗർ കിങ്ങിൽ കയറി ഒരു ബർഗറൊക്കെ കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓനിയൻ റിങ്സ് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ ആളുകളൊക്കെ കണ്ടപ്പോൾ വീട്ടിൽ ജസ്റ്റ് ഞങ്ങളുടെ 2 മുഖം, പിന്നെ ഫ്രണ്ട്സ് വല്ലപ്പോഴൊക്കെ അല്ലേ, വല്ലപ്പോഴും മീൻസ് ആഴ്ചയിലൊരു ദിവസമൊക്കെ എന്തായാലും കാണും, അങ്ങനെയല്ലേ. പക്ഷെ അവന് എല്ലാവരും ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങൾ സ്ട്രാറ്റ്ഫോർഡ് നമ്മൾ ഗേറ്റിലോട്ട് പോയത് ഒരു മെട്രോ എടുത്തിട്ടാണ്. അവിടെ ചെന്ന് മുകളിലോട്ട് പോയി നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറി. ഇതാണ് മാധൂസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൻ എക്സൈറ്റഡ് ആണോ, അവൻ ഇതെല്ലാം അറിയുമെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതേ സമയം തന്നെ പേടിച്ചിരുന്നിരുന്നതാണ് ഇവൻ എങ്ങനെയായിരിക്കും ഫ്ലൈറ്റിൽ എന്നുള്ള കാര്യം. പക്ഷേ ഇവൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾ 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ ഒച്ച മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലണ്ടൻ ടു ദുബായ് വന്ന ഫ്ലൈറ്റിൽ മാധൂസിനൊരു ടർക്കിയും ഒരു ചെറിയ ബോളും കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്കെല്ലാ